ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് രാവിലെ കുട്ടികൾ മദ്രസ പോണ ഒരു സമയത്ത് പുറത്തിറങ്ങിയതേനി കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴാണ് ഇങ്ങനൊരു ഭംഗി കണ്ടത്. ആകാശവും ആ ഒരു സൂര്യൻ ഉദിച്ച് വരുന്നതൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിനി കേട്ടോ. അപ്പോൾ ഞാനിനി അത് പോണേൻ്റെ മുന്നേ ഓടിപ്പോയി ഫോണൊക്കെ എടുത്ത് കൊടുന്ന് ഒന്ന് വീഡിയോയിലൊന്ന് ഷൂട്ട് ചെയ്തെടുത്തതേന്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. എനിക്ക് അങ്ങനത്തെ കാഴ്ചയും ഈ ആകാശവും മേഘവും ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ച് തന്നതേനു. അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് പറഞ്ഞയച്ചിക്കണ്. ഇനിയിപ്പോൾ ഇതാ നേരെ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായക്ക് ഉള്ള വെള്ളം വെക്കുകയാണ്. ഒരു ചായക്ക് കുടിച്ചിട്ട് പോയിട്ടുണ്ടേനു. അപ്പം ഇനിയിപ്പോൾ എനിക്കുള്ള ചായക്ക് ഒന്ന് വേഗം ബാക്കിയുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുത്തേക്കണ്. ചിലപ്പോൾ ഒരു തോന്നലാണ് കേട്ടോ, ഏലക്കായ ഇട്ടിട്ടൊന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ചെറിയൊരു കഷ്ണം ഏലക്കായി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തതേനു. അപ്പം ചായ അവിടെ ആക്കി വെച്ചാണ്. എന്നിട്ട് ചായ ആ ഒരു തോന്നലുണ്ടായി പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. എന്താണെന്നറിയോ, ഇന്നലെ രാത്രി ചോറ് വെച്ചിട്ട് പിന്നെ പാത്രം കഴുകാണ്ട് പോയി കിടന്നിട്ടോ. ഞാൻ പാത്രം കഴുകാണ്ട് കിടന്ന് പറഞ്ഞാൽ മടിയെന്ന് പറയാൻ പറ്റൂല, എന്നാൽ ചെറിയൊരു മടിയും വന്ന്. ഇന്നലെ നാസിമോന് ഉച്ചക്ക് പകൽ ഉറങ്ങിയിട്ടില്ലേനു. അപ്പോൾ ഓന് ഞാൻ ആ ചോറ് വെയ്ക്കണ സമയത്ത് ഓനക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് വല്ലാണ്ട് ഇടങ്ങാറാക്കിട്ടോ എന്നെ. അപ്പോൾ ഞാൻ എന്താക്കിയെന്നറിയോ, വേഗം ചോറ് വെച്ച് എണീച്ചിട്ട് ഓനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഓനെയും കൊണ്ട് പോയിട്ട് അവിടെ കിടന്ന്. അതിൽ പിന്നെ കുട്ടി ഉറങ്ങുകയൊക്കെ ചെയ്തിട്ട് പിന്നെ എനിക്ക് എണീച്ച് വന്നിട്ട് പാത്രം ഒക്കെ ഞാൻ സിങ്കിൽ കൊണ്ടുപോയി ഇട്ടിട്ടൊക്കെ ഉണ്ടായിനെ. പിന്നെ എന്താ പറയുക, ഒരു എണീച്ച് വന്നിട്ടേ അത് കഴുകാൻ വേണ്ടിയിട്ട് മടിച്ചിട്ടോ. ഈ ഒരു ദുശ്ശീലമാണ് ഈ ഇങ്ങനത്തെ ദുശ്ശീലങ്ങളൊന്നും വലിയ നല്ലതൊന്നും അല്ല, ഒരു മടിയായിട്ടൊക്കെ തന്നെ വരും ഇത്. പക്ഷെ എന്താ സംഭവം, നമ്മൾ എടുക്കുമ്പോൾ അങ്ങോട്ട് വേഗം എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഉഷാറിൽ അങ്ങോട്ട് എടുക്കും. അത് ആ പോയി കിടന്നതിൽ പിന്നെ എണീച്ച് വന്നിട്ട് അത് കഴുകാൻ മടിച്ചിട്ടോ ഞാൻ. അപ്പോൾ എനിക്ക് രാവിലെ എണീച്ച് വന്നപ്പോൾ ഇത് അടുക്കളയിൽ ഇങ്ങോട്ട് പരന്ന് കണ്ടപ്പോൾ എന്തോ ഒരു ഇടങ്ങാറ് കേട്ടോ. അടുക്കള കാണുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരാനും തോന്നണില്ല, വേറൊരു പണിയും എടുക്കാൻ തോന്നണില്ല. എന്താ പറയുക, ചായ വരെ കുടിക്കാൻ തോന്നണില്ല. ഈ പാത്രം ഇങ്ങനെ സിങ്കിലേ ഒരു വൃത്തിയുമില്ല, അടുക്കളക്ക് വരാനും ഒന്നിനും തോന്നണില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചായ അവിടെ ഓഫാക്കി വെച്ചിട്ട് വേഗം അതൊന്ന് കഴുകി എടുക്കട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാവില്ലേ അങ്ങനത്തെ ചില സ്വഭാവങ്ങളൊക്കെ. ശരിക്കും ഞാനങ്ങനെ വെക്കുന്ന ആളല്ല, പക്ഷെ ചിലപ്പോൾ ഉണ്ട് എനിക്ക് വെള്ളം ഉണ്ടാവും, കറണ്ട് ഉണ്ടാവും, വെളിച്ചം ഉണ്ടാവും, സമയം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ നമുക്ക് ചില സമയത്തൊരു മടി അങ്ങോട്ട് വരുമല്ലോ. അപ്പം ആ ഒരു മടി കഴിഞ്ഞു ഇന്ന് എനിക്ക് വന്നിട്ടുണ്ടായിനത്. അതുകൊണ്ട് ഞാനിപ്പോൾ രാവിലെ വേഗം അതൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഒന്ന് കഴുകി പിന്നെ ഒന്ന് വൃത്തിയാക്കി അവിടെ ഒന്ന് തുടച്ചിട്ടാലേ, എന്നാലേ ഇപ്പോൾ ബാക്കിയുള്ളൊരു പണികളൊക്കെ എടുക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അതൊന്ന് വേഗം കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിനും അതുപോലെ കമൻ്റ് ആയാലും ലൈക്ക് ആയാലും എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണമെന്നും കൂടെ അറിയിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണോ അത് കമൻറ്റിലൂടെ അന്ന് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തുടർന്നുള്ള വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കുന്നത് ദോശയാണ്. അപ്പോൾ ദോശക്കുള്ള അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദോശ പൂരി, ഇത് രണ്ടുമാണ് ഈ കുട്ടിക്ക് ഇഷ്ടം. അതുകൊണ്ട് പിന്നെ ഞാൻ അധികവും ദോശ ഉണ്ടാക്കുക. ദോശ ചൂടോടെ കൂടെ പിന്നെ ചൂടോടെ ആ ചുട്ടപാട് ഇങ്ങനെ എടുത്തിട്ട് കട്ടൻ ചായൻ്റെ കൂടെ കൂട്ടി കുടിക്കാൻ ഭയങ്കര ഇവനക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോൾ ദോശ ചുടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലാസ് ചായ അങ്ങോട്ട് എടുക്കും, ഒരുവിധം നല്ല മധുരമൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് ഈ ഒരു ദോശ ഇങ്ങോട്ട് എടുത്ത് നല്ല കുറച്ച് മുരിച്ച് ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് അങ്ങനെ ചുരുട്ടി ഇങ്ങനെ എടുത്തിട്ട് ചായൻ്റെ കൂടെ അങ്ങനെ കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടി ഇപ്പോൾ ഇവിടെ ഇല്ലാണ്ട് ഇരിക്കൂല, അതിനോട് ആ പലകയിൽ താഴെ ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല കേട്ടോ. പിന്നെ ഞാൻ അടുക്കളയിലുള്ള സമയത്ത് മാത്രമേ ഞാൻ ഓനെ അവിടെ ഇരുത്തലുള്ളൂ, അല്ലാതെ എനിക്ക് പേടിയാണ് ഗ്യാസ് ഉള്ളതുകൊണ്ട്. ഞാൻ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ലല്ലോ. ഓനക്ക് പിന്നെ ഞാൻ അടുപ്പിൻ്റെ അടുത്ത് ഉണ്ടാക്കുന്നതും ചുടുന്നതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ടീച്ചർ അംഗൻവാടിയിൽ വിടുന്നുണ്ടല്ലോ, അപ്പോൾ ടീച്ചറും പറയുന്നുണ്ട് കേട്ടോ, അവിടെ ഉണ്ടാക്കുമ്പോൾ ഓന് ടീച്ചറെ അടുത്ത് പോയിട്ട് അത് നോക്കി ആ സ്ലാവിൻ്റെ മേലെ നിൽക്കലുണ്ടെന്ന്. ഇന്നലെ ഞാൻ കൊണ്ടാക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടീച്ചറോട് പറയുകയും ചെയ്തിട്ടോ, ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ ഓൻ അതിൻ്റെ മേലെ നിന്ന് അങ്ങനെ നോക്കലുണ്ട്, അതേക്കുമെന്ന് പറയുകയും ചെയ്ത്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, അടങ്ങി അവിടെ അങ്ങനെ ഇരുന്നോളും, പേടിക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ അടുത്തില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഇറക്കിയിട്ടാണ് കേട്ടോ പോവൽ. അതുപോലെ തന്നെ നമ്മളെ ഒരു ഇത്ത എപ്പോഴും കമൻറ്റ് ചെയ്യണ ഒരു താത്തയാണ് കേട്ടോ. നിങ്ങൾ കട്ടൻ ചായന് സുബൈദ ഇത്ത എന്നിട്ടാണ് അതിൽ കാണുന്നത്. കട്ടൻ ചായനെ കുടിക്കുള്ളൂ, പാൽ ചായ കുടിക്കലില്ലേ എന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും പാൽ ചായ ഒക്കെ കുടിക്കലുണ്ട്.
പിന്നെ പാലും വാങ്ങലൊക്കെ ഉണ്ട്. പക്ഷേ പാല് വാങ്ങിയാൽ അങ്ങനെ നമ്മൾ എന്താ പറയുക, പുറത്തൊക്കെ പോകുമ്പോൾ കടയിൽ നിന്നൊക്കെ അങ്ങനെ പാൽ ചായ കുടിക്കും. ഇനിയിപ്പോൾ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിലൊക്കെ പാൽ ചായ ഉണ്ടാക്കി കുടിക്കും. കുടിക്കുക എന്നല്ലാതെ അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ പാൽ ചായ അങ്ങനെ ഉണ്ടാക്കി കുടിക്കലില്ല. എല്ലാവർക്കും ഇഷ്ടമൊക്കെയാണ്, കുടിക്കായികയൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും കട്ടൻ ചായനോടാണ് കൂടുതലൊരു ഇത് കേട്ടോ. അതുകൊണ്ടാണ് മീനങ്ങാടിയൊക്കെ എൻ്റെ പുരയിലൊക്കെ ഉമ്മാക്ക് പാൽ ചായ വേണം, നിർബന്ധമാണ്. പക്ഷെ ഉപ്പച്ചിക്ക് വേണ്ട, കട്ടൻ ചായയാണ് കുടിക്കുക. അതുപോലെ നമ്മൾ എല്ലാവർക്കും ഒരു ഇളം മധുരവും ഇളം പൊടിയും ഇട്ട ഒരു ചായ, അതാണ് കേട്ടോ നമ്മൾ സാധാരണമായിട്ടുള്ള നമ്മളൊരു ശീലം. അപ്പോൾ എന്തായാലും ദോശ ചുടൽ പരിപാടി അതിൻ്റെ ഇടയിൽ ഞാൻ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കറിക്ക് ഇന്നലെ രാത്രി ഇക്ക വരുമ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാത്രിക്കേക്ക് അത് കുറച്ച് പൊരിച്ചതേനു. പിന്നെ ഞാൻ കുറച്ച് എന്താക്കിയെന്നറിയോ, ഫ്രിഡ്ജിലൊന്നും വെക്കാൻ നിന്നില്ല. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായി. ഇനിയിപ്പോൾ അതെടുത്ത് രാവിലെ ഒന്ന് കറിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചോറിനുള്ള കറിയും അങ്ങോട്ട് ആയിക്കോളും. ഒരു 2 ഉരുളക്കിഴങ്ങും കൂടെ ഒക്കെ അങ്ങോട്ട് ഇട്ട് വെച്ചാലേ ചോറിനും ഒരു കറി ആയിക്കോളും, ദോശക്കുള്ളതും അങ്ങോട്ട് ആയിക്കോളുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാ ചിക്കൻ കറിക്കുള്ള കുറച്ചേ ഉള്ളൂ കേട്ടോ, കുറേ ഒന്നുമില്ല. എന്നാലും ഒരു കറി അങ്ങോട്ട് ആവുമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിതാ തക്കാളി, ഉള്ളി, പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് വാട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് മുളകും പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല. ഇന്ന് മല്ലിപ്പൊടി ഇട്ടില്ല കേട്ടോ, കറി മല്ലി ഇടാതെ ഒന്ന് വെച്ച് നോക്കാൻ വിചാരിച്ച്. അപ്പോൾ മല്ലി ഇടാതെ ഞാൻ മുളകും മഞ്ഞളും ചിക്കൻ മസാല ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയൊക്കെ എടുത്തേണ്. ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ ചിക്കനും ആ ഒരു വെള്ളവും അതിലേക്ക് തന്നെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ നല്ല രസം ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ദോശ അപ്പുറത്തുനിന്ന് ചുടുന്നുണ്ട്. നാസിമോന് ചായയൊക്കെ കുടിച്ചിട്ട് താഴേക്ക് ഇറങ്ങീനി കേട്ടോ. പിന്നെ ഞാൻ ഓനെ അതിൻ്റെ മേലെ കയറ്റിയിരുത്തുമ്പോഴേ ഞാൻ അവിടെയാണല്ലോ ഫോണ് ക്യാമറ ഓൺ ആക്കിയിട്ട് വെക്കുക. അപ്പോൾ അത് ഓന് തട്ടിയിടുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും കേട്ടോ എനിക്ക്. ചിലപ്പം ഒന്ന് എടുത്ത് നോക്കേണ്ടി വരും ഒക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും ഓനെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. കുട്ടികളും വരാനായിക്കണ് മദർസ് വിട്ടിട്ട്. പരീക്ഷയൊക്കെ ആയതുകൊണ്ട് നിച്ചുമോൾക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് പരീക്ഷ. നാഫിമോന് പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂൾ, അതുകൊണ്ട് പിന്നെ ബേജാറൊന്നുമില്ല ഓനക്ക് വിടുന്ന കാര്യത്തിൽ കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കറി റെഡി ആയിക്കണ്. ഇന്നത്തെ കറി മല്ലി ഇടാണ്ട് വെച്ച, എപ്പോഴും മല്ലി ഇട്ടിട്ട് വെച്ചിട്ട് ഇന്ന് മല്ലി ഇടാണ്ട് വെച്ചപ്പോൾ കറിക്ക് വേറൊരു ടേസ്റ്റ് കഴിഞ്ഞു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കറി. ചിലപ്പോൾ അങ്ങനെയാണല്ലോ, നമുക്ക് തന്നെ നമ്മൾ വെച്ചതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റ് തോന്നുമല്ലോ. പിന്നെ അതുപോലെ എൻ്റെ കറി കാണുമ്പോൾ ചുവന്ന കളറായിരിക്കും, എനിക്ക് വെളുത്ത് മഞ്ഞ കളറായി കിടക്കണമെന്ന് ഇഷ്ടമല്ലേ. പുരേന്ന് ഉമ്മ എപ്പോഴും ചീത്ത അറിയലുണ്ട് കേട്ടോ, ഈ എന്തോരം മുളകും പൊടിയാണ് ഇടണേ പറഞ്ഞിട്ടേ. പക്ഷെ അധികമൊന്നുമില്ല, കാശ്മീരി മുളകും പൊടിയും കൂടെ കൂട്ടി പൊടിപ്പിച്ചതുകൊണ്ടാണ് ആ ഒരു കളറ്. എന്നാലും അതിനങ്ങനെ അധികം എരിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ചായയൊക്കെ എടുത്തിട്ട് നേരെ മേശമ്മക്ക് വന്നതാണ് ഞാൻ. ചിലപ്പോൾ അടുക്കളയിൽ ഇരുന്ന് അങ്ങനെ കുടിക്കും. എല്ലാവരും പോയി, മോനെയും കൊണ്ടാക്കി ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഇരുന്ന് അങ്ങനെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ എണീച്ചിരിക്കണം കേട്ടോ. മുറ്റം പിന്നെ കൈക്കോട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, കുറച്ച് ഒന്ന് മഴ മാറി നിന്നീനി. അപ്പം എന്താ പറയുക, വെയിൽ വന്ന ഒരു സമയത്ത് കുറേശ്ശെ ഓരോ ഭാഗത്തുനിന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചപ്പ് പറിക്കാൻ പോയപ്പോഴാണ് അപ്പുറത്തെ പറമ്പിൽ തെങ്ങ്, നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ആ പറമ്പിലേ തെങ്ങ് പിന്നെ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് അവർ ഏതൊരു ചേട്ടനെ വിളിച്ച് കൊടുത്തിട്ടുണ്ടേനെ. അപ്പോൾ ഞാൻ ആ മെഷീനിൽ ഇങ്ങനെ കയറുന്നത് കണ്ടപ്പോൾ അതൊന്ന് വെറുതെ അങ്ങനെ എടുത്തതേനി കേട്ടോ. നമ്മൾ സാധാരണ പണ്ടൊക്കെ മറ്റേ ആ ഇതിൽ കയറ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ കയറണല്ലേ കാണൽ. അപ്പോൾ അത് കണ്ടപ്പോൾ ആ ഒരു മെഷീൻ വെച്ചിട്ട് എത്ര എളുപ്പമായിട്ട് ഒരു കയറി കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് നോക്കി നിന്ന്, കയ്യിൽ ഫോണും ഉണ്ടായിനി. അപ്പോൾ അതൊന്നും അങ്ങനെ വീഡിയോയിൽ എടുത്തതേനെ. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി എന്താ വെച്ചാൽ ഉപ്പേരി വെക്കാൻ ഇംഗ്ലീഷ് ചീര പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇംഗ്ലീഷ് ചീര അറിയുമ്പോൾ നിങ്ങൾ വിചാരിക്കൂ ഇത് നമ്മൾ ഇതിന് ഇംഗ്ലീഷ് ചീര പറയും, മൈസൂർ ചീര. ഇനിയിപ്പോൾ വേറെ എന്താ പേര് എന്നുള്ളത് എനിക്കറിയില്ല. ആ ഒരു കറിവേപ്പിലിൻ്റെ പോലെ ഉള്ള ആ ഒരു ചപ്പില്ലേ, അതുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങയും പച്ചമുളകൊക്കെ ഒതുക്കിയിട്ടിട്ട് ഉപ്പേരി വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ചപ്പുപ്പേരി ഇനി അത് ഏതായാലും നാഫിമോൻക്കാണ് വലിയ താല്പര്യമില്ലാത്തത്, ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊന്ന് വേഗം കറി എന്തായാലും ആയിനല്ലോ, ഇനിയിപ്പോൾ ഉപ്പേരിയും കൂടെ അങ്ങോട്ട് ആക്കി വെച്ച് ചോറും വെച്ച് വാർത്തിട്ട് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാൻ വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കഴുകിയൊക്കെ കൊടുന്നീനി. ഇനിയിപ്പോൾ ഞാൻ വെളുത്തുള്ളിയും പിന്നെ നല്ലോണം ചെറിയൊരു കഷ്ണം വലിയ ഉള്ളിയും എടുത്തിട്ട് ഒന്ന് വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് മൂപ്പിച്ചതാ ഒന്ന് എടുത്തേനി. ഇനിയിപ്പോൾ ചപ്പും കൂടെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ചട്ടി നിറച്ചുള്ള പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് വാടി വന്നാൽ തീരെ ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ ചപ്പുപ്പേരിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങയും പച്ചമുളകും ഒതുക്കി ഇടുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ അത് നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ടേനു. പിന്നെ ഇപ്പോൾ ഞാൻ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തീനി. പിന്നെ ഇനിയിപ്പോൾ തേങ്ങയും പച്ചമുളകും കൂടെ ഒന്ന് ചിരണ്ടി എടുത്ത് അതൊന്ന് ഒതുക്കി എടുക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് അങ്ങോട്ട് വെച്ചാൽ നമ്മളെ ഉപ്പേരിയും റെഡി ആയിക്കോളും.
ഇന്ന് എൻ്റെ സൗണ്ടിനെ എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഞാനന്ന് പറഞ്ഞില്ലേ, ചുമയും കഫ്കെട്ടും ചുമയൊക്കെ ഉള്ളത് കൊണ്ട് സൗണ്ട് ഇങ്ങനെ അടഞ്ഞു പോണ പോലെ ആവുന്നുണ്ട് കേട്ടോ വോയിസ് കൊടുക്കുമ്പം. പിന്നെ ആ ഒരു ചുമേൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു മലയാളത്തിൽ പറയാം അല്ലേ, മിസ് അണ്ടർസ്റ്റാൻഡിങ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ ഇതൊക്കെ പറഞ്ഞ് എന്തിനാ വെറുതെ അടങ്ങാറാവണം, മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞാൽ പോരേന്ന്. എന്തോ ഒരു കുഴപ്പമുണ്ട് തൊണ്ടയ്ക്ക് കേട്ടോ. അപ്പം ഞാൻ എന്താക്കീന്, ഉപ്പേരിയൊക്കെ ആക്കി വെച്ച് ബാക്കിയുള്ള എൻ്റെ പരിപാടിയും പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതാ നാച്ചിമോനെയൊക്കെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ ഇനിയിപ്പം തുണികളൊന്ന് ആറി ഇടാനുണ്ട്. രാവിലെ ഞാൻ നിസ്കാരക്കുപ്പായൊക്കെ വേഗം കല്ലുമെന്ന് നല്ല വെയിലുണ്ടതേനി. അപ്പോൾ ആ ഒരു വെയിലുള്ള സമയത്ത് വേഗം അതൊക്കെ ഒന്ന് തിരുമ്പിട്ടിട്ടുണ്ടായിനി കേട്ടോ. ബാക്കിയുള്ളത് പിന്നെ മെഷീനിലിട്ട് ഒന്ന് വെള്ളം ആറ്റി എടുത്തിട്ടുണ്ടായി. അപ്പോൾ കുറേ ആയി മുറ്റത്ത് തുണികൾ ആറിയിട്ടിട്ട്. കാരണം മഴ ആയതുകൊണ്ട് ഞാൻ മുറ്റത്ത് വെയിൽ കാണുമ്പോൾ ഇടും, പിന്നെ തിരിച്ചെടുത്ത് വെക്കും. ആ ഒരു പണിക്ക് എനിക്ക് ആകുകയില്ല കേട്ടോ. ഞാൻ ചുറ്റിനും അതിലും സ്ഥലം ഉള്ളതുകൊണ്ട് അവിടെ അങ്ങോട്ട് ഇടും, പിന്നെ അത് ഉണങ്ങിയിട്ട് അങ്ങോട്ട് എടുത്താലും മതിയല്ലോ. ഇതിൽ ഒന്ന് വെള്ളം ആറ്റി എടുക്കുന്നത് കൊണ്ട് തന്നെ വേഗം ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നൊക്കെ പിന്നെ നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുറ്റത്ത് ആറിയിട്ടതാണ് കേട്ടോ. നമ്മളെ മുറ്റം ഇപ്പോൾ വല്ലാണ്ട് പുല്ല് കയറിയിനി. അപ്പോൾ നമ്മളൊന്നും ചെത്തിയിട്ട് ഇപ്പോൾ എന്നെക്കൊണ്ടൊന്നും ആവില്ല ഇത് മൊത്തത്തിലൊന്ന് ചെത്തി നന്നാക്കാനൊന്നും. അപ്പോൾ ഒരു ചേട്ടനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ മറ്റന്നാളായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ ഇത് പിന്നെയും പൊന്തും. എന്നാലും നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു ഇടങ്ങാറല്ലേ. കുട്ടികളുള്ളതല്ലേ, വല്ല പാമ്പും ഇഴജന്തുക്കൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും പേടിയാണ്. ഒന്നാമത്തെ ഷെഡും കൂടെ ഒക്കെ ആയതുകൊണ്ടേ ഇനി അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയാലും കാണൂലല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും അത് നന്നാക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിനി കേട്ടോ. അപ്പം ഞാനെൻ്റെ ബാക്കി പണികളൊക്കെ ഒന്ന് തീർത്തേണ്. നമ്മളെ കുളിയും എല്ലാ പരിപാടിയും കഴിഞ്ഞതാ ചോറ് വയ്ക്കുകയാണ്. ഇന്നിപ്പം ചോറൊക്കെ ഒന്ന് വിളമ്പി വെച്ചാണ്. ഉപ്പേരിയും നല്ല ചിക്കൻ കറിയും ഒക്കെ കൂട്ടിയിട്ട് ഒന്ന് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇന്ന് കുറച്ച് നേരമായിട്ടുണ്ടായിന് കേട്ടോ പണികൾ തീരാനും ചോറ് വയ്ക്കാനൊക്കെ. ചില ദിവസം അങ്ങനെയാണ്, പണികൾ അങ്ങോട്ട് തീരുകയില്ലല്ലോ നമുക്കല്ലേ. ചില ദിവസം അതിന് വേണ്ടിയിട്ട് എന്നും നമ്മൾ ഇതന്നെയല്ലേ എടുക്കുക. ചിലപ്പോൾ വേഗം അങ്ങോട്ട് തീരും, ചിലപ്പോൾ അങ്ങനെ തീരൂല. അങ്ങനെയൊക്കെയാണ് ഓരോരോ ഇത്. അപ്പം ഞാൻ രാവിലെ ദോശക്ക് കൂട്ടിയതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ ചോറ് വെച്ച്, പിന്നെ ഇതൊരു ഡ്രമ്മ് പൊട്ടിയിട്ടുണ്ടായിനി, അതിക്ക വന്നിട്ട് ഒട്ടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.